ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുന വിച്ച് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നത്. അതും നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ ഇത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് മുഖത്ത് നല്ല ടാൻ വരത്തില്ലേ, അപ്പോൾ അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 അലോവേരയാണ്. വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എന്നാണ് 2 തണ്ട് എടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങളുടെ കയ്യിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള കറ്റാർവാഴ തെല്ലുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതിന് നമ്മളെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 2 സൈഡും മുള്ളെല്ലാം അരിഞ്ഞ് കളഞ്ഞ ശേഷം അതിനകത്തുള്ള ജെല്ല് മാത്രം നമുക്ക് മതി. അത് നന്നായിട്ടൊരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫേസ് പാക്കിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഐറ്റമാണിത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പയറുപൊടി ചേർക്കാം. അത് ഒരു 1-1.5 സ്പൂണോ ആണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ടതാണ് മഞ്ഞൾപ്പൊടി നിങ്ങളിപ്പം സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏതാണോ കയ്യിലുള്ളത് അത് ഉപയോഗിക്കുക. ഞാനിപ്പോൾ കുടമഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. കസ്തൂരി മഞ്ഞളുള്ളവർക്ക് അതെടുക്കാം. ഇനി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് അത് ഒഴിവാക്കാം. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കാപ്പിപ്പൊടി വന്നിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഇല്ലേ, അതാണ് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് സാഷേറ്റ് കിട്ടും 5ൻ്റെ, അതായാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഒരു ഐറ്റമാണ് തൈര്. നമുക്ക് മുഖത്ത് പറ്റാത്തവരാണെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തക്കാളിയുടെ നീര് ഉപയോഗിക്കാം. ഇതൊന്നും പറ്റില്ലെങ്കിൽ കുറച്ച് പാലും എല്ലാം ഉപയോഗിക്കാവുന്നതായിരിക്കും. ഇത് നമ്മൾ ഏത് സാധനം നമുക്ക് സ്കിന്നിന് അലർജി ഇല്ലാത്ത മാത്രമേ നമ്മളിതിൽ ചേർക്കാവൂ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഒരുപാട് ഒലിച്ച് പോകുന്ന പരുവാകരുത്. നന്നായിട്ട് ഫേസിലൊന്നും പറ്റിയിരിക്കുന്ന പരുവത്തിലാണ് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് ലൂസായ മുഖത്തിരിക്കത്തില്ല. നമ്മൾ തേക്കുമ്പോഴെല്ലാം ഒലിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഫേസ് പാക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. നമ്മൾ സാധാ സോപ്പിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണോ അതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. കാരണം നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പിന്നെ സോപ്പോ ഫേസ് വാഷോ ഒന്നും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യില്ല. അപ്പോൾ അത് നമുക്ക് തുടയ്ക്കാം. നമുക്കെന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യണം. നമ്മൾ ഫേസിൽ എന്തെങ്കിലുമൊക്കെ തേക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ നമ്മൾ പൊക്കി വാരി കെട്ടി വെക്കണം, അല്ലെങ്കിൽ ഹെയറിലൊക്കെ ആവും. നമ്മളിതുപോലെ ഫേസിൽ മൊത്തത്തിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ ചെവിയിലും കഴുത്തിലും നമ്മൾ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തിനൊരു കളറ്, നമ്മുടെ മുഖത്തിനും ചെവിക്കും ഒക്കെ സെപ്പറേറ്റ് വേറെ കളറായിട്ടിരിക്കും. കളർ മീൻസ് ഇത് നമ്മുടെ വെളുക്കാൻ വേണ്ടിയിട്ട് തേക്കുന്നതല്ല, ടാൻ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫേസ് കഴുത്ത് എന്തായാലും നമ്മുടെ പുറത്ത് കാണുന്നതാണല്ലോ, അപ്പോഴും നമുക്ക് രണ്ടും രണ്ടായിട്ട് കാണും. അതുകൊണ്ടിട്ട് ഫുള്ളൊന്ന് തേച്ചെടുക്കും കഴുത്തിൻ്റെ ബാക്കിലും. ഇത് കഴുത്തിൻ്റെ ബാക്കിലുള്ള കറുപ്പിനൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാസ്കാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ തൈരൊക്കെ ആഡ് ചെയ്യുന്നില്ലേ,
അതുകൊണ്ട് അതിനൊക്കെ പറ്റിയതാണ്. കണ്ണിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെ നമ്മൾ ഒരു പാക്കും കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാറില്ല. ഇതുവരെയുള്ള പോർഷൻ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. നല്ല തിക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്തിടണം കേട്ടോ. അതുപോലെ ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ വാട്ടറിൽ തന്നെയാണ് വാഷ് ചെയ്യുന്നത്. വേറെ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, ജസ്റ്റ് വെറും വെള്ളത്തിൽ നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതായിരുന്നാലും ശരി, പുറത്തുനിന്ന് മേടിക്കുന്നതായിരുന്നാലും ശരി, ജസ്റ്റ് ഒന്ന് ആദ്യം കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും അലർജി, ചിലർക്ക് തൈര് പിടിക്കത്തില്ല, അല്ലെങ്കിൽ ചിലർക്ക് ഈ അലോവേര ജെല്ലിൻ്റെ അലർജി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നേരിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഒരുപാട് സീനാവും. പിന്നെ ഞാൻ ചെയ്ത പാക്കിൻ്റെ പേരിൽ അതൊരു പ്രശ്നമായിട്ട് മാറരുത്, അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. പിന്നെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ അവസാനം പറയുന്നത്. ഇത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേ അല്ല. ജസ്റ്റ് നമ്മുടെ പുറത്ത് വെയിലൊക്കെ കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ടാൻ അടിക്കുന്നു. നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്നവരും ഡെയിലി ഓഫീസിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, പുറത്ത് ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ്. അല്ലാതെ ഇത് തേച്ചിട്ട് വെളുത്തില്ല എന്നും പറഞ്ഞിട്ട് ആരും കമൻറ്റ് കൊണ്ട് വരരുത്. അങ്ങനെ വെളുക്കാനായിട്ട് ഞാനൊരു ക്രീമും തേക്കുന്നില്ല, ഒരു പാക്ക് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ഫ്രഷ്നെസ്സും നമ്മുടെ ഗ്ലോയും നമ്മുടെ സ്കിന്നിന് കിട്ടും. സ്കിന്നിൻ്റെ ആ ഒരു ടാനൊക്കെ മാറി നല്ല ഒരു സ്കിന്നായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.